ഡാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിലേക്ക് ആവേശം നിറച്ചുകൊണ്ട് എത്തിച്ചേരുകയാണ്. ആവേശം എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ് പറയുന്നത്. മലയാള സിനിമ അതിൻ്റെ ഗോൾഡൻ ഏജിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. പ്രേമലു, ഭ്രമയുഗം, മഞ്ഞുമൽ ബോയ്സ്, ആടുജീവിതം തുടങ്ങി ഇങ്ങോട്ട് കണ്ടന്റ് കൊണ്ടും സ്റ്റൈല് കൊണ്ടും മേക്കിംഗ് കൊണ്ടും മലയാളികളെയും മറ്റുള്ളവരെയും അമ്പരപ്പിക്കുന്ന രീതിയിലേക്ക് മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഏറെ പ്രതീക്ഷയോടെ ജിത്തു മാധവന്റെ രണ്ടാമത്തെ സിനിമയായ ആവേശം നമുക്കിടയിലേക്ക് വരുന്നത്. തൻ്റെ ഒന്നാമത്തെ സിനിമ കൊണ്ട് തന്നെ വ്യക്തമായ കയ്യൊപ്പ് ചാർത്തിയ സംവിധായകനാണ് ജിത്തു മാധവൻ. ആ ശൈലിയിൽ തന്നെയാണ് ആവേശവും അദ്ദേഹം അണിയിച്ചിരിക്കുന്നത്. എങ്കിലും കുറെ കൂടി സ്റ്റൈലിഷായ ഒരു മേക്കിംഗ് ആവേശത്തിൽ നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്നുണ്ട്. റീഇൻട്രൊഡ്യൂസിംഗ് ഫഹദ് ഫാസിൽ എന്ന പേരിലാണ് ഈ സിനിമ അദ്ദേഹം മാർക്കറ്റ് ചെയ്യുന്നത്. എന്തിനാണ് ഫഹദിനെ വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? അതിൻ്റെ ഉത്തരം സിനിമയും ആ കഥാപാത്രവും തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഇതിനോടകം ഒത്തിരിയേറെ വ്യത്യസ്തമായ എക്സെൻട്രിക് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഫഹദ് ഫാസിൽ. 22 ഫീമെയിൽ കോട്ടയത്തിലെ സിറിൽ, കുമ്പളങ്ങിയിലെ ഷമ്മി, ട്രാൻസിലെ ജോഷുവ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഫഹദിന്റെ വ്യത്യസ്ത ഭാവങ്ങളാണെങ്കിൽ, ഭാവപകർച്ചകളാണെങ്കിൽ അതിനൊക്കെ മുകളിലാണ് രംഗ. സത്യം പറഞ്ഞാൽ അഴിഞ്ഞാടുന്ന ഒരു ക്യാരക്ടർ, എന്താണെന്ന് നിർവചിക്കാൻ പാടുള്ള ഒരു ക്യാരക്ടർ. ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടറുമായിട്ടാണ് ഫഹദ് ഈ സിനിമയെ എടുത്തുയർത്തി കൊണ്ടുപോകുന്നത്. ബാംഗ്ലൂർ പഠിക്കാൻ വേണ്ടി വരുന്ന 3 വിദ്യാർത്ഥികളും അവർ നേരിടുന്ന ഒരു തട്ടും ആ തട്ടിന് ശേഷം അവരാഗ്രഹിക്കുന്ന ലോക്കൽ സപ്പോർട്ടും, അങ്ങനെയാണ് ഫഹദ് അവതരിപ്പിക്കുന്ന രംഗ എന്ന കഥാപാത്രത്തിലേക്ക് നമ്മളും സിനിമയും എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ആ സിനിമയെ തൻ്റെ പെർഫോമൻസ് കൊണ്ട് ഒറ്റയ്ക്ക് ചുമലിൽ താങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഫഹദ് ഫാസിൽ. കണ്ടിരിക്കാൻ മടികൂടാത്ത, മടുപ്പിക്കാത്ത ഒരു സിനിമയായി ആവേശം അവിടെ നിന്ന് മാറുകയാണ്. സുഷീൻ ഷ്യാമിൻ്റെ മ്യൂസിക്കും സമീർ താഹിറിൻ്റെ ഛായാഗ്രഹണവും എല്ലാം അതിനെ സ്റ്റൈലിഷ് മേക്കിംഗ് ആക്കി മാറ്റുന്നുണ്ട്. വളരെ പ്രത്യേകമായിട്ട് മലയാള സിനിമയുടെ അടുത്തൊരു ലെവലിലേക്ക് കൂടി അടയാളപ്പെടുത്തപ്പെടാൻ പറ്റുന്ന ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന സോങ്ങും അതിൻ്റെ വരികളുമെല്ലാം ഈ കാലഘട്ടത്തിൽ ശ്രദ്ധേയമാണ് എന്നതാണ് പ്രത്യേകത. വളരെ സിമ്പിളായ ഒരു കഥാതന്തുവാണെങ്കിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ക്യാരക്ടറാണ് ഈ സിനിമയെ താങ്ങി നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിൽ വരുന്ന കോമഡിയും ആക്ഷനും ഡാൻസും എല്ലാം ഇഴപിരിഞ്ഞ് കിടക്കുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടർ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഓരോ നിമിഷങ്ങളിലും നിമിഷാർത്ഥങ്ങളിലും നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയെ കണ്ടിരുത്താനും പിടിച്ചിരുത്താനും തോന്നിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇതിലൂടെ വന്നു ചേരുന്ന മറ്റു ചില കഥാപാത്രങ്ങളും കൂടിയുണ്ട്. സജിൻ ഗോപു അവതരിപ്പിക്കുന്ന ആമ്പൻ എന്ന കഥാപാത്രം, സംസാരശേഷിയില്ലാത്ത വയസ്സൻ കഥാപാത്രം, ഇതൊക്കെയും രംഗയ്ക്ക് ചുറ്റും അണിനിരക്കുമ്പോൾ അവരുടെ എല്ലാം ക്യാരക്ടർ ആർക്ക് നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. ഇനി സിനിമയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഈ സിനിമ നടത്തുന്ന ഒരു ജേണിയുണ്ട്. രംഗ എന്ന് പറയുന്ന കഥാപാത്രം പേറുന്നൊരു ശൂന്യതയുണ്ട്. അദ്ദേഹം മാറി മാറി അണിയുന്ന അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റിയും വസ്ത്രങ്ങളുമുണ്ട്. ഇതിലൂടെ എല്ലാം സഞ്ചരിക്കുമ്പോൾ എവിടെയൊക്കെയോ അനാഥത്വം പേറുന്ന, എവിടെയൊക്കെയോ നിരാശ പേറുന്ന, എവിടെയൊക്കെയോ ശൂന്യതയുള്ള ഒരു കഥാപാത്രം ബാക്ക്ഗ്രൗണ്ടുകളൊന്നും പറയാതെ തന്നെ നമ്മളിൽ അവശേഷിപ്പിക്കുന്നതാണ് ആ നായകന്റെയും ആ കഥാപാത്രത്തിൻ്റെയും മിടുക്ക് എന്നതാണ്. ചില നിമിഷങ്ങളിൽ അയാൾ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്, ചില നിമിഷങ്ങളിൽ അയാൾ കൊടൂര വില്ലനാണ്. അയാളിൽ നന്മയാണോ തിന്മയാണോ ഉള്ളത്? ശരിക്കും അയാൾ ആരാണ്? ഇതൊക്കെ നമുക്ക് പിടിതരാതെ ഈ ക്യാരക്ടർ അവസാനം വരെ പോകുമ്പോൾ കൊടൂര വില്ലനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും പിന്നെ ഈ സിനിമ കാണുന്ന നമ്മളും വിട്ടുപോകാൻ തോന്നാത്ത ഒരടുപ്പവും ആത്മബന്ധവും ഒരിഷ്ടവും ആ കഥാപാത്രത്തിനോട് തോന്നുന്നുണ്ട്. അതുതന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയവും. കഥയുടെ സമഗ്രത അത്ര വലിയ സംഭവമൊന്നുമല്ലെങ്കിലും തൻ്റെ പെർഫോമൻസ് കൊണ്ടും തൻ്റെ അഴിഞ്ഞാട്ടം കൊണ്ടും നമ്മളെ പിടിച്ചിരുത്തുന്ന ഈ കഥ വീണ്ടും ആഘോഷിക്കാനുള്ള ഒരു വലിയ വകുപ്പ് തന്നെ നമുക്ക് അവശേഷിപ്പിക്കുന്നുണ്ട്. അത്ര വലിയ കെട്ടുറപ്പോ സമഗ്രതയോ ഉള്ള ഒരു കഥയല്ലാതിരുന്നിട്ട് കൂടി തൻ്റെ പെർഫോമൻസ് കൊണ്ട് മലയാള സിനിമയിൽ സമാനതകളില്ലാത്ത നടനാണ് താനെന്ന കാര്യം വീണ്ടും വീണ്ടും അടിവരയിടുന്നുണ്ട് ഫഹദ് ഫാസിൽ. അതുകൊണ്ട് തന്നെ ആഘോഷത്തോടെ, ആവേശത്തോടെ കണ്ടിരിക്കാൻ പറ്റുന്ന, അതോടൊപ്പം തന്നെ നെഞ്ചിലേറ്റാൻ പറ്റുന്ന ഒരു കഥാപാത്രമായി രംഗയും ഈ സിനിമയും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആഘോഷങ്ങൾക്കപ്പുറവും ഒളിപ്പിച്ചു വെച്ച ശൂന്യതയുണ്ടെന്നും ആടിത്തിമിർക്കലുകൾക്കപ്പുറവും ഉത്തരം തരാത്ത ഒരുപാട് രഹസ്യങ്ങളും കൂടി ചേർന്നതാണ് മനുഷ്യനെന്നും ഈ സിനിമ നമ്മളോട് പറയാതെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്നത് പിടിതരാത്ത, ഉത്തരം കിട്ടാത്ത, ഇനിയും ഒരുപാട് അടരുകളുള്ള ഒരു വലിയ സമസ്യയാണ്. ആവേശം നമ്മിൽ അവശേഷിപ്പിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്.